Hello viewers, it's me Venkatesh R welcoming you to my channel Venkis. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പെഡസ്ട്രിയനിസം അഥവാ പെഡസ്ട്രിയൻ കൾച്ചർ. നമ്മൾ കാൽനട യാത്രക്കാർ പാലിക്കേണ്ടതായ ചില നിയമങ്ങളുണ്ട്. നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പാലിക്കേണ്ടതായ നിയമങ്ങൾ. അതിൽ പരമപ്രധാനമായ ഒരു നിയമമാണ് ആദ്യം പറയുന്നത്. കാൽനട യാത്രക്കാർ എപ്പോഴും റോഡിൻ്റെ വലതുവശം ചേർന്ന് മാത്രം നടക്കുക. കാരണം ഇന്ത്യയിൽ വാഹനങ്ങൾ കീപ്പ് ലെഫ്റ്റ് പാലിച്ചു പോരുന്നവരാണ്. അതായത് വാഹനങ്ങൾ റോഡിൻ്റെ ഇടതുവശം ചേർന്നാണ് ഓടിച്ചു പോകുന്നത്. അപ്പോൾ കാൽനട യാത്രക്കാർ റോഡിൻ്റെ വലതുവശം ചേർന്ന് നടന്നാൽ ഉള്ള പ്രയോജനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അവർക്ക് കാണാൻ സാധിക്കും, അവർക്ക് വഴി മാറിക്കൊടുക്കാൻ കഴിയും. അതേപോലെ തന്നെയാണ് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇടതുവശത്ത് ചേർന്ന് പോയിക്കോളും, നമ്മുടെ മുകളിൽ വന്ന് അവർ തട്ടുകയുമില്ല. അങ്ങനെ ഓൾവേസ് കീപ് റൈറ്റ് വെൻ യു ആർ വാക്കിംഗ് ഓൺ എ റോഡ്. നമ്പർ 2, നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ അതിരാവിലെ നടക്കാൻ ഇറങ്ങുന്നതായി ഞാൻ കാണാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ദയവായി ഇരുണ്ട നിറത്തിലുള്ള വസ്ത്രങ്ങൾ, അതായത് ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ് ദയവായി ധരിക്കാതിരിക്കുക. കഴിയുന്നതും ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് ധരിക്കുക. വെളിച്ചം കുറവുള്ള ഏരിയയിൽ നിങ്ങൾ നടക്കുമ്പോൾ വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇരുണ്ട നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാതെ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് ധരിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യമായിട്ട് തന്നെ പരമപ്രധാനമായിട്ടുള്ള റൂളെന്ന് ഞാൻ പറഞ്ഞു, റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുക എന്നുള്ളത്. ഇത് നമ്മൾ മാത്രം അനുവർത്തിച്ചാൽ പോരാ, സ്കൂൾ കുട്ടികൾക്കും കൂടി ഇത് പറഞ്ഞു കൊടുക്കുക. അവരെ കൂടി ഈ റൂൾ ഫോളോ ചെയ്യാൻ പഠിപ്പിക്കുക. ഇനി മറ്റൊരു കാര്യമാണ്, രാത്രിയിൽ ജോലി കഴിഞ്ഞൊക്കെ ബസ്സിൽ വന്നിറങ്ങുന്ന ആളുകൾ വീട്ടിലേക്ക് നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. അത്തരം ആളുകളോട് ലൈറ്റ് കളർ ക്ലോത്ത്സ് ധരിക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കയ്യിൽ ഒരു ടോർച്ചോ മറ്റോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കരുതാൻ സാധിക്കും. ഒരു സ്മോൾ സൈസ് ടോർച്ച്, ഈ സൈസ് മതി കേട്ടോ, പോക്കറ്റിൽ ഒതുങ്ങുന്ന സൈസ് ഒരു ചെറിയ ടോർച്ചാണ്. എന്തിനാണെന്നല്ലേ, മൊബൈലിൻ്റെ വെളിച്ചം കൊണ്ട് നിങ്ങൾക്ക് വഴി കാണാം, നടക്കാം എന്ന് വിശ്വസിക്കേണ്ട. ഒരു ചെറിയ ടോർച്ച് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വഴി നോക്കി നടക്കാം. ഈവനിങ് ടൈമാണ്, ഇഴജന്തുക്കളും വിഷസർപ്പങ്ങളും ഇറങ്ങാൻ സാധ്യതയുള്ള സമയം. കടി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഓടുന്നതിനേക്കാൾ നല്ലതല്ലേ കടി കിട്ടാതെ നോക്കുക. അപ്പോൾ അതിന് നമുക്ക് അത്യാവശ്യം വേണ്ടത് ഒരു ടോർച്ചാണ്. അങ്ങനെ ഒരു ടോർച്ച് നിങ്ങൾ കയ്യിൽ കരുതാൻ ശ്രദ്ധിച്ചോളുക. ആൻഡ് റൂൾ നമ്പർ 4, ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ്. റൂൾ നമ്പർ 1 പ്രധാനമാണ്, റൂൾ നമ്പർ 4 പ്രധാനമാണ്. എന്താണെന്നല്ലേ, റോഡിലൂടെ പൊതുനിരത്തിലൂടെ നിങ്ങൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൊതുനിരത്ത് മുറിച്ച് കടക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. എങ്ങനെ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതോ അത്ര തന്നെ പ്രധാനമാണ് നിങ്ങൾ പൊതുനിരത്തിലൂടെ നടക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയുന്നു. ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ വേണം. നമ്മുടെ നേരെ വരുന്ന വാഹനത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധ വേണം. വഴിയിൽ എന്താണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. വഴിയിൽ കുഴിയുണ്ടോ, വഴിയിലൊരു ഓടയുണ്ടോ, അഥവാ സ്മോൾ വേസ്റ്റ് വാട്ടർ പോകാനുള്ള ഒരു കനാലുണ്ടോ, അതിങ്ങനെയൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ കുഴിയിലും മറ്റുമൊക്കെ ചെന്ന് ചാടാതെ നമ്മൾ പ്രോപ്പറായി നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ആദ്യം ശ്രദ്ധ വേണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, കാൽനട യാത്രക്കാരും പൊതുനിരത്തിലൂടെ നടക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. സോ സേഫ്റ്റി കംസ് ഫസ്റ്റ്. ഈ സേഫ്റ്റി പാലിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ലാതെ മറ്റുള്ളവരല്ല. സോ യു ഓൾവേസ് തിങ്ക് അബൌട്ട് യുവർ സേഫ്റ്റി ഫസ്റ്റ്.
follow these rules which I have told you about. Number 1, walk always on the right side of the road. Number 2, kindly wear light colored clothes while walking early morning. And number 3, carry a small torch or something while you are returning home after your work if it is during night time. And number 4, never use a mobile phone while walking on a public street or crossing a road. So follow these 4 rules, which is very important for your life, safety of your life. Your life, your safety. Okay. So see you with another video. It's me, Venkatesh R, signing off from Venkis. See you